കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിക്ക് വിരലുകൾ നഷ്ടമായതിൽ ആരോപണ വിധേയരായ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രി വെള്ളപൂശി മെഡിക്കൽ വിദഗ്ധ സമിതി. യുവതി ഗുരുതരാവസ്ഥയിലായത് ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്നെന്ന് പറയാൻ ആകില്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 കിട്ടി. MG പ്രതീഷ് വിവരങ്ങൾ ചേർന്നു. പ്രതീഷ്, എല്ലാവരും പറയുന്നത് അതൊരു ഒരു പെട്ടിക്കൂട് സെറ്റപ്പാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും ആദ്യവും പിന്നെയും ഒക്കെ ഈ ആശുപത്രിയെ വെള്ളപൂശേണ്ട താല്പര്യം ആരുടേതാണ് പ്രതീഷ്? ഹാഷ്മി, ഈ കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ നേരത്തെ വന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഈ കോസ്മെറ്റിക് ആശുപത്രിയെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന്റെ പകർപ്പ് ഇപ്പോഴാണ് 24-ലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പറയുന്നത് ഈ ശസ്ത്രക്രിയ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനാകില്ല എന്നതാണ് മെഡിക്കൽ ബോർഡ് സംഘം പറയുന്നത്. കാരണം അത്തരത്തിലൊരു നിഗമനത്തിലേക്ക്, ഏതെങ്കിലും തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ മെഡിക്കൽ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ഒരു ആഴത്തിലുള്ള അന്വേഷണം ഈ മെഡിക്കൽ സംഘം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതിക്ക് പിറ്റേ ദിവസം ഈ രക്തസമ്മർദ്ദം BP ലോ ആയിരുന്നു. ഈ രക്തസമ്മർദ്ദം കൂട്ടാൻ വേണ്ടി മരുന്ന് നൽകിയിരുന്നു. ഈ മരുന്നിൻ്റെ ഒരു പ്രതിഫലനം കൊണ്ട് ചിലപ്പോൾ നിലവിലെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായേക്കാം എന്നതാണ് പറയുന്നത്. സാധാരണ രീതിയിൽ നൽകുന്ന അഡ്രിനാലിൻ ഉൾപ്പെടെയുള്ള BP രക്തസമ്മർദ്ദം കൂട്ടാനുള്ള മരുന്നുകളാണ് യുവതിക്ക് നൽകിയത്. അത് ആ യുവതിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അത്തരത്തിൽ മരുന്നുകൾ നൽകിയത്. ഈ മരുന്നുകൾ, രക്തസമ്മർദ്ദം കൂട്ടാൻ നൽകിയ മരുന്നുകൾ ചിലപ്പോൾ ഈ ചെറിയ രക്തക്കുഴലുകൾ ചുരുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഈ വിരലുകളിലൊക്കെ തന്നെ ഈ വിരലുകൾ ചുരുങ്ങിപ്പോകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ രക്തയോട്ടം വിരലുകളിലേക്ക് എത്താതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാകാം നിലവിലെ ഈ ഒരു അവസ്ഥ യുവതിക്ക് വന്നത് എന്നുള്ളൊരു ഫൈൻഡിങ്സിലാണ് നിലവിൽ മെഡിക്കൽ ബോർഡ് സംഘം എത്തുന്നത്. പക്ഷേ അപ്പോഴും ഈ ആശുപത്രിയെ പറ്റി യാതൊരു വിവരങ്ങളും മറ്റ് ഗുരുതരമായ ഏതെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡ് പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൺക്ലൂഷനിൽ ഇതുവരെ മെഡിക്കൽ ബോർഡ് എത്തിയിട്ടില്ല എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ശസ്ത്രക്രിയയ്ക്കായി യുവതി 3 ലക്ഷം രൂപയാണ് ഈ കോസ്മെറ്റിക് ആശുപത്രിക്ക് നൽകിയത്. പക്ഷേ അതിന് പിന്നാലെ പിറ്റേ ദിവസം ഈ യുവതി ഗുരുതരാവസ്ഥയിലായി. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തുടർ ചികിത്സയ്ക്കായി, അതായത് ഈ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി തുടർ ചികിത്സയ്ക്കായി 22 ലക്ഷം രൂപ ഈ യുവതിക്ക് ചെലവായിട്ടുണ്ട് എന്നതാണ്. ഏകദേശം 22 ദിവസത്തോളം ICUവിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ഹാഷ്മി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.